എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ചെറിയൊരു യാത്ര പോവുകയാണ്. കാര്യങ്ങളൊക്കെ വരുന്ന വഴിയേ പറയാം. ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ഫാസ്ടാഗ് വാലിഡിറ്റി കഴിഞ്ഞ് അതൊന്ന് പുതുക്കാനായിട്ട് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഫാസ്ടാഗ് ഉള്ളവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5 വർഷത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ അത് പുതുക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അതിന് പറ്റാതെ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫാസ്ടാഗ് സെൻറ്ററിൽ കയറി നമ്മൾ എന്നാ കാരണം നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ പുതിയൊരു ഫാസ്ടാഗ് എടുക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് ഒക്കെ നമ്മുടെ ഇന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്തു പോകുന്നത് ഒരു അക്വഡക്റ്റിൻ്റെ അടിയിലൂടെയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പാലം പോലെയോ അല്ലെങ്കിൽ ടോൾ പ്ലാസ പോലെയൊക്കെ തോന്നുമായിരിക്കും. അങ്ങനെ നമ്മൾ കുതിരാൻ ടണൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ടണല്. ടണലാന്ന് ടണലല്ല ടണൽ നല്ല ടണലല്ലേ. നമ്മൾ പോകുന്നത് ഒരു 2 ദിവസത്തെ ട്രിപ്പിനാണ്. ആദ്യത്തെ ദിവസം പാലക്കാടൊക്കെ കറങ്ങിയതിന് ശേഷം വൈകിട്ട് പഴനിയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാമത്തെ ദിവസം പഴനിയിൽ കയറി തൊഴുതതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിലെ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. നമ്മൾ പഴനിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം മാല ഇടാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൽ കയറിയതാ. അപ്പൊ നമുക്ക് ഈ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതൊരു കുന്നിന്റെ മേളിലാണ് കേട്ടോ. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ. ഇതുവഴി കയറി പോകണം. ഈ കുന്ന് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഹൃദയം അല്ലേ? ഹൃദയം ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അത്യാവശ്യം കുറെ റീൽസിലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു അമ്പലം കൂടിയാണിത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് കയറിപ്പോ. നമ്മള് ഇത്രയും കയറി വന്നിട്ടുണ്ട്. ഇവിടുന്ന് അധികം വലിയ കയറ്റമൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പാറയിൽ തന്നെ. അപ്പൊ മുകളിൽ നമുക്ക് ചെറുതായിട്ട് കാണാം അമ്പലം. അങ്ങോട്ട് പോവാട്ടോ. ഈ അമ്പലത്തിന്റെ താഴെ വരെ നമുക്ക് വണ്ടിയിൽ എത്താൻ പറ്റും. അതിനുശേഷം കുറച്ച് ദൂരം മാത്രം, ഒരു 5 മിനിറ്റോളം നടന്നാൽ അമ്പലത്തിലെത്തും. ഹൃദയം, കുഞ്ഞിരാമായണം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടം ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ അമ്പലം വളരെ പ്രസിദ്ധമായിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം ആളുകൾ അമ്പലം കാണുന്നതിനും തൊഴുന്നതിനുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പാലക്കാടുള്ള പല്ലാവൂർ എന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ അമ്പലത്തിൽ വന്ന് മാലയിടാന്നൊക്കെ വെച്ചായിരുന്നു. അപ്പൊ അമ്പലം അടച്ചുപോയി കേട്ടോ. അമ്പലം ഇനി വൈകുന്നേരം 5 മണിക്കേ തുറക്കുള്ളൂ. നമ്മൾ വന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി പോയി. നമ്മൾ ആ ഫാസ്ടാഗിന്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നമുക്ക് ലേറ്റായി പോയി. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത അമ്പലത്തിൽ പോയിട്ട് മാലയിടാം. എന്തോ നമുക്ക് വണ്ടി എടുക്കാടാ. താമര ലോട്ടസ്. You mean lotus? നമ്മളിപ്പോൾ കാണുന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡിലെ റിവ്യൂ ആണ്. എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. ഇതിന്റെ ചുറ്റുവട്ടം മൊത്തം കാണാനായിട്ട് ഒരാൾക്ക് മണ്ണിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും കുറച്ച് മണ്ണ് കിട്ടി അവിടെ ഇരുന്നോളൂ. നമ്മളിപ്പോ ഇവിടെ വന്ന് ഇറങ്ങി നടയടച്ചെങ്കിലും ധാരാളം ആളുകൾ ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട്.
നീ അവരുടെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്നാന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. നീ ഒരു സാധനം മേടിക്കില്ല. നമ്മളിപ്പോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വന്ന സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 8:30 വരെയാണ്. 8:30 ഒരു ചെറിയൊരു സമയം മാത്രമേ അമ്പലം തുറന്നു വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിന്റെ ഇതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും കുറെ ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പാലക്കാടത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ അധികം ലെങ്തി ആകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.